നമസ്കാരം കൂട്ടുകാരെ, അകം ജർമ്മനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ അല്ലേ? നല്ല മഞ്ഞ് വീണ് കിടക്കുകയാണ് ഇവിടെയൊക്കെ. മഞ്ഞ് വീഴുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട്. നിങ്ങൾക്കും തോന്നുന്നില്ലേ ഇതൊക്കെ കാണണം, നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ? പക്ഷേ ഇത് കഴിഞ്ഞാൽ നല്ലൊരു പണിയാണ് നമുക്ക് വരുന്നത്. മഞ്ഞ് വീണെന്നും പറഞ്ഞ് നമുക്കിവിടെ വീട്ടിൽ വെറുതെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. അതിന് കുറേ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പം കണ്ടില്ലേ, നമ്മൾ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞ് ഈ മഞ്ഞാണ് കാണുന്നതെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണിയെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള മഞ്ഞെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റണം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് അതിന് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിന് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർ തന്നെ വന്ന് അതെല്ലാം ക്ലീൻ ചെയ്ത് മാറ്റിക്കോളും. അതിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ടാണ് ചേട്ടൻ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് ദേ കണ്ടില്ലേ, അതെല്ലാം ഇങ്ങനെ നമ്മുടെ വണ്ടിക്കാർക്ക് പോകാനുള്ള വഴിയും നമ്മുടെ ഫ്രണ്ടും അതെല്ലാം അവർ ക്ലീൻ ചെയ്ത് മാറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ പണി ചെയ്യാനൊക്കെ മടിയാണെങ്കിൽ നമ്മൾ തനിയെ ചെയ്തു പോകും. എങ്ങനെയാണെന്നല്ലേ? അല്ലെങ്കിൽ നമുക്ക് നല്ല ഫൈൻ കിട്ടും, നമ്മൾ നല്ല പൈസ പിഴ അടക്കേണ്ടി വരും. അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ, സപ്പോസ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മഞ്ഞോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, ആരെങ്കിലും ഈ നടന്നു പോകുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർ പോകുന്ന വഴി അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കിളുകാർ ആരെങ്കിലും അതിലേക്കൂടെ വന്ന് ആ മഞ്ഞ് ഒന്ന് സ്ലിപ്പായി വീണെന്നാലോ അവർക്ക് എന്തെങ്കിലും പറ്റിയാലോ അവരുടെ ഫുൾ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ തനിയെ ഈ പണിയൊക്കെ ചെയ്തു പോകും. ഇപ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മഞ്ഞ് വീണ് ഇപ്പം നമുക്കെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ വണ്ടിക്കാർ വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്തു പോകും. അപ്പം അവർ ഇത് മഞ്ഞ് മാറ്റേൻ്റെ പുറകെ തന്നെ അവരെന്ത് ചെയ്യും, ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉപ്പ് ഉപയോഗിക്കുന്നതുണ്ട്. റോഡിലൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ, സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, മഞ്ഞ് മാറ്റാനായിട്ട് ഉപ്പ് വിതറുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ ഒത്തിരി സ്ഥലത്തൊക്കെ അതൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പകരം മണലും കുഞ്ഞു കല്ലുകളും ഒക്കെയാണ് ഇടുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കൂടുതലും ചരൽ, നമ്മുടെ നാട്ടിലെ ചരലൊക്കെ ഇല്ലേ, അതുപോലെയുള്ളതും കുഞ്ഞു കുഞ്ഞു കല്ലുകളും അതൊക്കെയാണ്. ഇനി ഇതുകൊണ്ടൊന്നും നമ്മുടെ പണി തീരുന്നില്ല. നമ്മൾ കാറ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പണിയാണ്. കാര്യം ഈ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ നമുക്ക് കാപ്പോച്ചൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഇത് കണ്ടില്ലേ, നിങ്ങൾ കാണുന്നില്ലേ, ഈ കാറിൻ്റെ എല്ലാം മുകളിലും കാര്യങ്ങളും എല്ലാം മഞ്ഞ് വീണിങ്ങനെ നല്ല മഞ്ഞുള്ള സമയത്ത് നല്ല കട്ടിക്കായിരിക്കും കിടക്കണം. അപ്പം നമ്മൾ ചിലരെന്ത് ചെയ്യും, ഈ നമ്മുടെ ഫ്രണ്ടിൽ മാത്രം ഗ്ലാസ് മാത്രം ക്ലീൻ ചെയ്തിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകും. പക്ഷെ അങ്ങനെ ചെയ്ത് നമ്മൾ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വണ്ടി ഫുള്ള് നമ്മൾ ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ.
അതുമാത്രമല്ല നമുക്കിവിടെ സമ്മറിൽ ഒരു ടയറാണ് യൂസ് ചെയ്യേണ്ടത്, വിൻ്റർ വരുമ്പോൾ ഒരു ടയറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അതും നമ്മൾ കൃത്യമായിട്ട് ചേഞ്ച് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിന് നമുക്ക് ഫൈനും ഉണ്ട്. ഫൈൻ മാത്രമല്ല, അതൊക്കെ നമ്മുടെ സുരക്ഷയുടെ ഒരു വീഴ്ചയൊക്കെയാണ്. നമുക്ക് മാത്രമല്ലല്ലോ, അതുകൊണ്ട് മറ്റുള്ളവർക്കും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ മഞ്ഞ് വീഴുന്ന കാഴ്ചകളിലെ കാര്യങ്ങളൊക്കെ. അപ്പോൾ മഞ്ഞ് വീഴുന്നത് കാണാനും മഞ്ഞിൽ കളിക്കാനും ഒക്കെ നല്ല രസമാണ്. പക്ഷേ ആ സമയത്ത് വരുന്ന ഓരോ ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ജീവിക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാവുള്ളൂ. കാര്യം അതിൻ്റെ തണുപ്പും ഓരോ ബുദ്ധിമുട്ടുകൾ. കാര്യം ആ സമയത്ത് നമുക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും വരും. എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. കാര്യം ചില സമയത്ത് മഞ്ഞ് വീഴും, പെട്ടെന്ന് തന്നെ അത് മഴയാകും, അപ്പോൾ വീണ്ടും അത് മഞ്ഞാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ബോഡി അതിനോട് ഇതായിട്ട് വരാനൊക്കെ കുറേ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നമുക്ക് ഈ മഞ്ഞുകാലം. അപ്പോൾ മഞ്ഞ് കാണാനും ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. പക്ഷേ അതിൻ്റെ പുറകിലുള്ള പണികൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഈ മഞ്ഞുകാലം നല്ല ആസ്വാദകരമായിട്ട് തോന്നുന്നുണ്ടോ, അതോ നല്ലൊരു പണിക്കാലമായിട്ട് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.